Hello, hi and welcome to Tekky Tech Vlogs. Tekky Tech Vlogs ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. May 22nd നമുക്ക് ടിക്കറ്റ് കിട്ടി. നെക്സ്റ്റ് ഡേ സാറ്റർഡേ 23rd 8 മണിക്ക് ട്രെയിൻ എന്ന് പറഞ്ഞ്. സോ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, എന്നാലും നമുക്ക് അതിനുള്ള പ്രൊസീജിയേഴ്സ് മുന്നോട്ട് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതും അനുസരിച്ച് ഞങ്ങൾ 12 മണിക്ക് തന്നെ അവിടെ എത്തി. ഓൾമോസ്റ്റ് ഒരു 3 to 4 hours അവിടെ നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം വെയിറ്റ് ചെയ്തു. ദെൻ എല്ലാം BBMP അവർ തന്നെ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 8 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ട്രെയിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായപ്പോൾ നമ്മളെ കർണാടക BMTC ബസ്സിൽ തന്നെ ഓൾമോസ്റ്റ് 22 ബസ്സസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ആ ബസ്സിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ച് നമ്മളെ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ശേഷം ക്യൂ ആയിട്ട് നിന്ന് അവിടെ നമുക്കൊരു കിറ്റ് തരുന്നായിരുന്നു. ഫുഡ് കിറ്റാണ്. അതിൽ നമുക്ക് അതും BBMPയുടെ വകയെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ട്രെയിനിൽ വന്നില്ല. പക്ഷേ എന്നാലും അതൊരു ചെയർക്കാരായിരുന്നു. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 24 hours എടുത്തു നമ്മൾ കോട്ടയം എത്താൻ. ആദ്യത്തെ സ്റ്റേഷൻ പാലക്കാടായിരുന്നു. പാലക്കാട് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ PPE കിറ്റ് ഉപയോഗിക്കുന്നവരുടെ കഷ്ടപ്പാട് മനസ്സിലായത്. കാരണം TV-യിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നാൽ പോലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതൊരു അനുഭവം വേറെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പം ഞങ്ങളും അത് തന്നെ വെളിയിലൊന്ന് ഇറങ്ങിയായിരുന്നു. സോ അത് നോക്കുമ്പോൾ PPE കിറ്റിട്ട് അവർ നടക്കുകയാണ്, അവർ വേർത്ത് ഒലിക്കുകയാണ്. കാരണം നാട്ടിലത്തെ ചൂട് നമുക്കറിയാം. സോ എന്നിട്ടും അവരത് നിന്നു. എന്നിട്ടും അവർ അതിനുവേണ്ടി അവർ ആ പ്രൊസീജിയേഴ്സ് നടത്താൻ വേണ്ടി ആ PPE കിറ്റ് യൂസ് ചെയ്തു. സോ അവർക്ക് ഹാറ്റ്സ് ഓഫ്. കാരണം ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ ഒരു മാസ്ക് ഞാൻ അവിടുന്ന് ഒരു 18 മണിക്കൂർ 20 മണിക്കൂർ ഇട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ആയിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ അവർ ആ PPE കിറ്റ് ഇടുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങനെ നമ്മൾ കോട്ടയത്തൊരു 10:30 എത്തി. പക്ഷേ കോട്ടയത്തു നിന്ന് പിന്നെ അങ്ങനെ വീട്ടിൽ പോകുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ നമ്മുടെ സ്വന്തം ആനവണ്ടി അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്തനംതിട്ടയിലോട്ട് ആനവണ്ടിയിൽ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്ന് പിന്നെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ ഓരോ താലൂക്കിലുള്ളവർക്ക് വേണ്ടി അവിടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് ഉണ്ടായിരുന്നു, സ്കൂൾ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൽ നമ്മളെ ഈ ക്വാറന്റൈൻ സെൻറ്ററിൽ എത്തിച്ചു. അതും ഞങ്ങളുടെ പത്തനംതിട്ട കളക്ടറിനൊരു താങ്ക്സ് പറയുകയാണ്. കാരണം ഓരോ താലൂക്കിന് വേണ്ടിയും ഓരോ ബസ് അല്ലെങ്കിൽ ഓരോ ആംബുലൻസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവിടം വരെ എത്തിച്ചു ഇറക്കി തന്നു. പിന്നെ ഉള്ളതാണ് ഈ ഒരു റൂം. ഈ റൂം ഞാനൊരു കഴിഞ്ഞ 14 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. എനിക്ക് കിട്ടിയ റൂം നിങ്ങൾ കണ്ടോളൂ. ഞാനിപ്പോൾ ഈ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്കിവിടെ എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റേ ആയിരുന്നു. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഫുഡും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒരു കട്ടിലുണ്ട്, ഒരു ടേബിളുണ്ട്, ഒരു ചെയറുണ്ട്. എനിക്ക് എന്തുകൊണ്ടും വർക്ക് ചെയ്യാൻ നല്ലൊരു സ്പേസാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇവിടുത്തെ ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ ഫോട്ടോസും ഞാൻ കാണിക്കാം. സോ എല്ലാം ബെസ്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയത്. കൂടാതെ ഇവിടുത്തെ ഫുഡ്, അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. കാരണം ബാംഗ്ലൂർ ഒരു 75 ദിവസം കുറച്ച് കഷ്ടപ്പെട്ടതാണ്. ഇവിടെ ഓരോ ദിവസം ഓരോ ഫുഡായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡാണ് ബെസ്റ്റ്. എല്ലാ ദിവസവും ഒരു മീൻകറിയും കാണും, മസ്റ്റാണ് ഇവിടെ. ഇതുണ്ടാക്കി തരുന്ന കുടുംബശ്രീ ഞങ്ങൾക്ക് ഒത്തിരി താങ്ക്സ്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 8 പേരുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ആരൊക്കെയാണെന്നോ എന്തോന്നും നമുക്കറിയത്തില്ല. നമുക്ക് വെളിയിൽ മാത്രം ഒരു ചെയർ വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം എടുക്കാനും ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. വെളിവശം നമുക്ക് കാണണമെങ്കിൽ എനിക്ക് ജനലിൽ കൂടെ നമുക്ക് വെളിയിൽ എന്തെങ്കിലും ഒരു കുറച്ച് നേരം നോക്കി നിൽക്കാം. ടൈം പാസ് തന്നെ നമുക്കിതൊക്കെയായിരുന്നു. പിന്നെ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് ആൾക്കാരുണ്ട്. ആ ചേട്ടന്മാരും ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ അകത്തോട്ട് ആരും ഡയറക്റ്റ് എൻട്രി ഇല്ല. 14 ദിവസത്തേക്ക് ആർക്കും എൻട്രി ഇല്ല. പിന്നെ വീട്ടുകാരെയും കാണാൻ അവർ വെളിയിൽ വരും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുതരാം. പിന്നെ ഇവിടെ രാവിലെ 7 മണി 6 മണിയാകുമ്പം ചായ, അത് രാവിലെ എപ്പോഴും
കറക്റ്റ് സമയത്തിന് ഇവിടെ കൊണ്ടുവരും. പിന്നെ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, 2-3 ടീച്ചേഴ്സ് ഉണ്ട്. സോ അവർ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കും, എങ്ങനെയുണ്ട്, എന്തെങ്കിലും പനിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലാതെ ഈ റൂമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ദിവസവും ചോദിക്കുന്നുണ്ട്. പിന്നെ വന്ന ദിവസം തൊട്ട് പത്തനംതിട്ട കളക്ടറേറ്റിൽ നിന്ന് ഫോൺ കോൾസ് വരുന്നുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫോൺ കോൾസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇതെല്ലാം അവർ തന്നെ തിരക്കുന്നുണ്ട്. വന്ന ദിവസം തൊട്ട് നമുക്ക് പത്തനംതിട്ട കളക്ടറേറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ആർക്കൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പോയിട്ടുണ്ടോ അവരെല്ലാം നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. കൂടാതെ വീട്ടിലും വിളിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഫാമിലിയോടും ചോദിക്കുന്നുണ്ട്. കൂടാതെ എനിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ളതാണോ, അതിൻ്റെ എന്തോ ഒരു ആയുർവേദ മെഡിസിനും ഒരു കഷായം പോലെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അതൊരു 15 ദിവസത്തേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് മാത്രമല്ല, ആരൊക്കെ ഹോം ക്വാറന്റൈനിലുണ്ട് അവർക്ക് എല്ലാവർക്കും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നൊരു മെഡിസിനൽ കിറ്റെന്ന് പറയാം. പിന്നെ എനിക്ക് 8 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കോവിഡ് ടെസ്റ്റിന് അവർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഗവൺമെൻറ് ക്വാറന്റൈൻ ആയതുകൊണ്ടായിരിക്കാം. സോ 8ാമത്തെ ദിവസം എനിക്ക് പോകാനുള്ള ആംബുലൻസ് വന്നു. ഞാൻ ഇവിടുന്ന് അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ടെസ്റ്റ് ചെയ്തു. 2 ദിവസത്തിന് ശേഷം ഒരു ശുഭവാർത്ത കേട്ടു, എനിക്ക് കോവിഡ് നെഗറ്റീവാണ്. അത് കഴിഞ്ഞ് എൻ്റെ 14ാമത്തെ ദിവസമാണ്. ഞാൻ നാളെ, അതായത് 15ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ പോകുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വീട്ടിലായിരിക്കും. ഒരു 7 ദിവസം കൂടെ ഞാൻ വീട്ടിൽ ഹോം ക്വാറന്റൈൻ അല്ലെങ്കിൽ റൂം ക്വാറന്റൈൻ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. കാരണം നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും, ഫസ്റ്റ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു വൈറസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളെക്കാട്ടി ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാർക്ക് സ്പ്രെഡ് ആവാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കേണ്ടെന്ന് പ്രതീക്ഷിച്ചാണ് വെളിയിലോട്ട് ഇറങ്ങേണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതേപോലെ എല്ലാവരും വീട്ടിലിരിക്കുക, ഒരു 21 ഡേയ്സ് മിനിമം വീട്ടിലിരിക്കുക, പ്രാർത്ഥിക്കുക. കോവിഡ് ജാഗ്രത വെബ്സൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. അത് ആദ്യം ഞാൻ ചെയ്തായിരുന്നു May 6 സോ ആ ദിവസം എനിക്ക് അപ്രൂവ് ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചൊരു മാമുണ്ട്, ലിജി. ആ മാമാണ് അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റായിട്ട് അവർ ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. കൂടാതെ ഒരു അവസാന നിമിഷമാണ് ഞാൻ ഈ ഗവൺമെൻറ് ക്വാറന്റൈനിലോട്ട് ഞാൻ യെസ് പറഞ്ഞത്. സോ അപ്പം ആ ഒരു വരുന്ന സമയത്ത് എങ്ങനെ അറേഞ്ച് ചെയ്യുമെന്ന് ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം എന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലിജി മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ടെന്ന്. സോ അതനുസരിച്ച് ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലേഖ മാം അവരും എന്നെ വിളിച്ചു, എനിക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം തന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ ഇവിടെ എത്തിയതും. ഇവിടെ വന്നിട്ടും അവർ കോൺസ്റ്റൻ്റായിട്ട് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാറുണ്ട്. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോളണ്ടിയേഴ്സ്, അവരും രാവിലെ 6:30-7 മണിയാകുമ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ടെന്ന്. അവർ ഓരോ 2 ഷിഫ്റ്റാണ്, ആ 2 ഷിഫ്റ്റിൽ വരുന്നവരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 14 ദിവസം ഈ റൂമിൻ്റെ അകത്തായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു സ്റ്റേ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇതേപോലെ പറഞ്ഞു, അവർ നിൽക്കുന്നിടത്തും ഒരു പ്രശ്നമില്ലായിരുന്നു പറഞ്ഞു. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാനും അറിഞ്ഞു. പക്ഷേ നല്ലത് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഞാൻ പ്ലാൻഡ് അല്ല, അതുകൊണ്ട് എനിക്ക് ഒറ്റ ഫൂട്ടേജസ് എൻ്റെ കയ്യിലില്ല. സോ ഫോട്ടോസാണ് എല്ലാം നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഫോട്ടോസായിട്ട് എടുത്തു വെച്ചാണ്, ചുമ്മാ ഒരു മെമ്മറീസിന് വേണ്ടി. പക്ഷേ എല്ലാവരും പറഞ്ഞു, നീ താമസിച്ച റൂം എങ്ങനെയുണ്ട്, അന്ന് കാണണം, എങ്ങനെയുണ്ട്, നല്ലതാണോ, കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എങ്ങനെയായാലും അവരത് കാണിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ചാനലിലൂടെ അങ്ങനെ ഇത് ചെയ്യുന്നു. സോ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.